ബിഗ് ബോസ് മലയാളം അഗ്നിപരീക്ഷ ഓഗസ്റ്റ് 15 മുതൽ തുടങ്ങുകയാണ്. അതും 24/7 ലൈവ് ഫുൾ ടൈം ഓൺ ഹോട്ട്സ്റ്റാറിൽ. അതെ, നമ്മുടെ ബിഗ് ബോസ് കാണുന്ന പോലെ നമുക്ക് 24/7 ലൈവ് ആയിട്ട് കാണാം ഹോട്ട്സ്റ്റാറില്. നമ്മുടെ തീം പൊളിറ്റിക്സ് മാത്രമല്ല, അതിന്റെ കൂടെ ടൈം കാ താണ്ഡവ്. ടൈം കാ താണ്ഡവോ എന്താ സംഭവം എന്നറിഞ്ഞോ? ഉഗ്രൻ ട്വിസ്റ്റുകളാണ് മക്കളെ വരാനിരിക്കുന്നത്. അഗ്നിപരീക്ഷയുടെ ഷൂട്ടിംഗ് അവിടെ ഗംഭീരമായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെ പോസ്റ്റേഴ്സും ഡേറ്റ് റിവീലിങ്ങും തീമിന്റെ കൂടെയൊക്കെ വന്നു തുടങ്ങിയത്. ഓരോ പരിപാടികളായിട്ട് ടൈം കാ താണ്ഡവ് കൊണ്ട് ഇത്തവണ എന്താണ് ടൈം കാ താണ്ഡവ്? ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെയും ബിഗ് ബോസിന്റെയും ഒക്കെ അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പൊ ആദ്യം തന്നെ പറയുന്നു, ഞാൻ പല്ലിൽ ബ്രൈസർ ഇട്ടിരിക്കുകയാണ്. ഇന്നാണ് ഇട്ടത്. അതിന്റെ ഞാൻ ഇട്ടിട്ട് വന്ന് ഇങ്ങോട്ട് അരമണിക്കൂർ ആയതേ ഉള്ളൂ. അപ്പൊ എനിക്ക് സംസാരിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരാഴ്ച ഞാൻ സംസാരിക്കുന്ന മിക്കവാറും ആയിരിക്കും. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. എനിക്ക് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യമായിട്ടാണ് ഞാൻ വീഡിയോ ഇടാൻ വന്നത്. അങ്ങനെ നമ്മുടെ അഗ്നിപരീക്ഷ, ബിഗ് ബോസ് അഗ്നിപരീക്ഷയുടെ ഒരു പോസ്റ്റർ ചാനൽ തന്നെ പുറത്ത് വിട്ടിട്ടുണ്ട്. 19 ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞാണ് ആദ്യം പുറത്ത് വിട്ടിരുന്നത്. പിന്നെ അതിനെ എഡിറ്റ് ചെയ്ത് 18 ഡേയ്സ് ടു ഗോ ആക്കി ഓഗസ്റ്റ് 15 മുതലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സമയമൊന്നും പറഞ്ഞിട്ടില്ല. രാത്രി 9 മണി തന്നെ ആവാനാണ് സാധ്യത. പിന്നെ അതിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് ജിയോ ഹോട്ട്സ്റ്റാർ 24/7 ഫുൾ ടൈം ഓൺ എന്ന്. അതായത് നമ്മുടെ സാധാരണ ബിഗ് ബോസിനാണ് അങ്ങനെ കൊടുക്കുന്നത്, ഫുൾ ടൈം ഓൺ 24/7 ലൈവായിട്ട് കാണാം. ഈ അഗ്നിപരീക്ഷ എങ്ങനെയാണ് ലൈവായിട്ട് ഹോട്ട്സ്റ്റാറിൽ കാണിക്കാൻ പോണെന്ന് എനിക്ക് അറിഞ്ഞൂടാ മക്കളെ. അതെങ്ങനെയാണ് ശരിയാവുന്നേ? ഹോട്ട്സ്റ്റാറിൽ കാണിക്കുവോ? രാവിലെ മുതൽ വൈകിട്ട് വരെ ഷൂട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ലൈവായിട്ട് കാണിക്കുമോ? കാരണം ഇതൊരു സാധാ റിയാലിറ്റി ഷോ പോലെ നമ്മുടെ വീക്കെൻഡ് പോലും അങ്ങനെ TV കാണിക്കത്തില്ല അല്ലേ? ലൈവായിട്ട് അന്നത്തെ എപ്പിസോഡിൽ പോലും ഉണ്ടാവത്തില്ല. ലൈവ് അല്ലല്ലോ, കട്ട് പോർഷൻ അല്ലേ. അപ്പൊ ഇതെങ്ങനെ നടക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. ഇനി എഡിറ്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്തോ ആവട്ടെ. ഓഗസ്റ്റ് 15 നമ്മുടെ ഷോ തുടങ്ങുകയാണ്. പക്ഷേ ഞാൻ ലാസ്റ്റ് ടൈം നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ലാലേട്ടൻ പ്രൊമോയിൽ വന്നിട്ട് ഒരു സാൻഡ് ക്ലോക്ക് എടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇതുപോലെ ഒരു സാൻഡ് ക്ലോക്ക് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ ഈ സാൻഡ് ക്ലോക്കിന്റെ ഒരു 3D സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് 8 പോലെയല്ലേ ഇരിക്കുന്നത്. സീസൺ 8നെ കാണിച്ചുകൊണ്ട് ഒരു സാൻഡ് ക്ലോക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലാലേട്ടൻ വെച്ചു. അപ്പൊ ഞാൻ ഓക്കെ, സാൻഡ് ക്ലോക്ക് 8ന്റെ ഷേപ്പ്, കഴിഞ്ഞ തവണ 7ന്റെ ഷേപ്പ് ലാലേട്ടൻ ഇങ്ങനെ കാലമടക്കുമ്പോൾ 7 വന്നാലും അപ്പൊ അതുപോലെ കാണിച്ചതായിരിക്കാം. ഞാനത് അവിടെ കളഞ്ഞത്. എനിക്ക് അന്നേരം ഒരു ഡൗട്ട് അടിച്ചു, ഞാനത് കളഞ്ഞു. ഇന്ന് പക്ഷേ പോസ്റ്റർ വന്നപ്പോൾ നിങ്ങൾ ഇതേ നോക്കിക്കേ, സെയിം സാൻഡ് ക്ലോക്ക് ദേ ഇത് രണ്ടിന്റെ എന്താ ഇത് കണ്ടോ? ഷേപ്പ് സെയിം ആണ്. ഇത് 8 സൂചിപ്പിക്കുന്നതെങ്കിലും സാൻഡ് ക്ലോക്കാണ് ഇതിനകത്തുള്ളത്. അപ്പൊ എനിക്കിത് മൊത്തത്തിൽ ഡൗട്ടായി. കാരണം എനിക്ക് ഡൗട്ട് ആവാൻ പ്രധാന കാരണം ബിഗ് ബോസ് സീസൺ ഹിന്ദി 18 സീസണില് ടൈം കാ താണ്ഡവ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സീസൺ ആയിരുന്നു. അതായത് സമയം, പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ അങ്ങനെ വെച്ചിട്ടുള്ള ഒരു തീം ആയിരുന്നു അതിനകത്ത് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ല, എന്നാലും ഓക്കെ, ആൾക്കാർ കണ്ടുപോയ ഒരു സംഭവമാണ്. സമയത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് വെച്ചുകൊണ്ട് പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് സൽമാൻ സാറിന്റെ അടിപൊളി 3 ലെവലിലുള്ള പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിന്. അപ്പൊ എനിക്കിപ്പോ ഇതെല്ലാം കൂടി കാണുമ്പോൾ ഇനി ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ടൈം കാ താണ്ഡവം കൂടിയാണോ? എന്തായാലും ടീമിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, അത് ഉറപ്പാണ്. നമ്മൾ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു പ്രൊമോ വന്നതിൻ്റെ അന്നേരം ഞാൻ ഗസ് ചെയ്തതാണ്, എന്തായാലും പൊളിറ്റിക്സ് ഉണ്ട്. കാരണം അതിനകത്ത് കൈ ഇങ്ങനെ പൊക്കുന്നുണ്ട്, ഈങ്കുലാബ് വിളിക്കുന്ന പോലെ കൈ പൊക്കുന്നത്. പിന്നെ ആദ്യത്തെ ആ ഒരു പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനകത്ത് ഡെമോക്രാറ്റിയ എന്ന് ഗ്രീക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ പൊളിറ്റിക്സ് തന്നെയാണ് നമ്മൾ ഉറപ്പിച്ചു. പക്ഷെ ഈ പൊളിറ്റിക്സിന്റെ കൂടെ പ്ലസ് ഈ സീസൺ 18ന്റെ ടൈം കാ താണ്ഡവും കൂടി അവര് മിക്സ് ചെയ്ത് കലക്കുന്നുണ്ടോ എന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്. ആ ഡൗട്ട് വരാൻ കാരണമാണ് ഞാൻ നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞത്. എന്താ, ആ സാൻഡ് ക്ലോക്കിനെ കണ്ടിന്യൂസ് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്. അതിന് 8ന്റെ ഷേപ്പ് ഉള്ളത് കൊണ്ടാണോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൊണ്ട്. ശരിക്കും 8ന്റെ ഷേപ്പ് തന്നെയാണ്, സാൻഡ് ക്ലോക്കിന് 8ന്റെ ഷേപ്പ് തന്നെയാണ്. പക്ഷെ അവരത് കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ബിഗ് ബോസിന് ഒരു തീം ഉണ്ട്. ടൈം കാ താണ്ഡവം എന്ന് പറയുന്ന ഒരു തീം ഉള്ളത് കൊണ്ടാണ് എനിക്ക് വീണ്ടും ഈ കേസിൽ സംശയം വരുന്നത്.
നിങ്ങൾക്കും ഈ ഹിന്ദി സീസണൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഈ സംശയം വന്നിട്ടുണ്ടോ എന്ന് മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓഗസ്റ്റ് 16 ഇന്നലെ ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് പോയത് 15. സമാധാനം. അപ്പോൾ ശനിയാഴ്ചയാണ് കേട്ടോ തുടങ്ങുന്നത്. രാത്രി 9 മണിക്ക് തന്നെ ആയിരിക്കും, മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഇനി 24/7 ലൈവ് എന്ന് പറഞ്ഞതിനകത്ത് കൊടുത്തിരുന്നതൊക്കെ മിസ്റ്റേക്ക് ആണോ അതോ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കമൻറ്റ് ചെയ്യാം. ഞാൻ പല്ലിൽ കമ്പി ഇട്ടിട്ട് എങ്ങനെ ഉണ്ട് മക്കളെ, ബ്രേസർ ഇട്ടിട്ട്? എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല. ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ഒരു സഫോക്കേഷനും പിന്നെ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പൊക്കെ മാറിയ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ പറ, നിങ്ങളല്ലേ ഡെയിലി കാണുന്നത്, അപ്പോൾ നിങ്ങൾ പറയുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.